ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ടെമ്പിൾ വ്ളോഗാണ്, അതായത് ഞാനും ഹസ്ബൻഡിൻ്റെ അമ്മ, പിന്നെ ഞങ്ങളുടെ കുഞ്ഞും. അപ്പം ഞങ്ങൾ പള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിൽ പോവാം കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കയത്താട്ടോ. മുണ്ടക്കയം കഴിഞ്ഞ് കുറച്ച് പോയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, നമുക്ക് ഭയങ്കര ഫേമസ് കേട്ടോ പള്ളിയാങ്കാവ് ദേവീക്ഷേത്രം. നമ്മളിപ്പം നേരത്തെ ഞാൻ കുഞ്ഞുണ്ടാകുന്നതിനൊക്കെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൽ പോകുന്നത്. ഭയങ്കര പ്രശസ്തമായ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഭദ്രകാളി പ്രതിഷ്ഠയാണ് വരുന്നത്. അത് നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടു കൂടി നമ്മളത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ സാധിക്കും, അത് ഉറപ്പായിട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അതിനുള്ള സാഹചര്യം ഒത്തപ്പം അങ്ങ് പോവുകയാണേ. പിന്നെ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര അതിമനോഹരമായ വഴിയാണ് കേട്ടോ. അതായത് ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നമുക്കറിയാലോ, ഇടുക്കി ആ റൂട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കോട്ടയത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ മുണ്ടക്കയം ഭാഗം കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കാനം ആ റൂട്ടൊക്കെ അടിപൊളിയല്ലേ. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു മനോഹാരിത ഉണ്ട് കേട്ടോ. ഈ പള്ളിയാങ്കാവ് ദേവീക്ഷേത്രം പോകുന്ന വഴി കേട്ടോ ഭയങ്കര പീസ്ഫുള്ളാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എസ്റ്റേറ്റ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഇത് അല്ലാതെ നമുക്ക് പോകാം. അതായത് മുണ്ടക്കയിൽ ചെന്നിട്ട് നമുക്ക് തെക്കേമല അവിടെ വന്നിട്ട് വണ്ടി നമ്മൾ കാറിലാണെങ്കിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അതായത് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട്. ഞങ്ങൾ അങ്ങനെയാണ് നേരത്തെ പോയത്. പക്ഷേ അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാരണം ഞങ്ങൾ രാത്രിയിലാണ് പോയത്. രാത്രി പോയപ്പോൾ ഭയങ്കര റിസ്ക് ആട്ടോ. കാരണം അവിടെ അങ്ങനെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അമ്പലത്തിൽ പോകുന്നവരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ തോന്നും. കാരണം റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്, അതായത് ആൾക്കാരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക്കി ആയിരുന്നു. അപ്പം നമ്മൾ രാവിലെ പോകുന്നതാണ് എപ്പോഴും ബെറ്റർ കേട്ടോ, തെക്കേമല കൂടി പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ എസ്റ്റേറ്റ് റോഡിലാണെങ്കിൽ നമുക്ക് വണ്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരെ ചെല്ലും കേട്ടോ. നമുക്ക് ഇതുവഴി ഞങ്ങളുടെ അതായത് എൻ്റെ വീടെന്ന് പറയുന്നത് പൊൻകുന്നമാണ്. പൊൻകുന്നത്തു നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒറ്റ ബസ്സെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ പള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ വരെ എത്തും. അപ്പോൾ അത് ഈ പറഞ്ഞ എസ്റ്റേറ്റ് റോഡിലാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലാനായിട്ട് പറ്റും. പക്ഷേ റോഡ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, എങ്കിലും നമുക്ക് പോകാം. അപ്പം ഞങ്ങൾ അവിടെ പോയതിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു. കാരണം അത്രയ്ക്ക് അടിപൊളിയാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ബായ്.